ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പോഞ്ചി കേക്കാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് എല്ലാവർക്കും അവനവൻ്റെ വീടുകളിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളിലെത്തത്തുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പം നമുക്ക് അരിച്ച് തന്നെ എടുക്കാം. അരിപ്പയിലോട്ട് നമുക്ക് 1 ഗ്ലാസ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു പിഞ്ച് ഉപ്പ്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ നമ്മൾ 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 സ്പൂൺ സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് 2-3 തവണ എങ്കിലും നമുക്ക് നന്നായിട്ട് ഇത് അരിച്ചെടുക്കണം. അരിച്ചെടുത്താൽ മാത്രമേ അത് പൊന്തി വരത്തുള്ളൂ. അപ്പം നന്നായിട്ട് തന്നെ നമ്മളിത് അരിച്ചെടുക്കാൻ ശ്രമിക്കണം. ഞാനൊരു 3-4 തവണ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അരിച്ചെടുക്കുന്നുണ്ട്. നമുക്കിതിനകത്ത് ഗോതമ്പ് പൊടി വേണമെങ്കിലും ആഡ് ചെയ്യാം. പക്ഷെ ഞാനത് മൈദപ്പൊടി തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. മൈദപ്പൊടി ഇട്ടാൽ ടേസ്റ്റ് കൂടത്തുള്ളൂ. ഗോതമ്പ് പൊടിക്കും ടേസ്റ്റ് ഉണ്ട്. ഗോതമ്പ് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് അരിച്ചതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് മുട്ട പൊട്ടിച്ചൊടുക്കാം. നമ്മുടെ ഈ എടുക്കുന്ന ഓരോ പാത്രത്തിലും ഒരു തുള്ളി പോലും വെള്ളം നനവില്ലാതിരിക്കുന്ന ഏറ്റവും നല്ലത്. പൊന്തി വരാൻ നല്ലതാണ് കേക്ക്. അപ്പോൾ നമുക്ക് വനില എസൻസ് ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കാം. ക്രീമി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ പേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നല്ല ക്രീം രൂപത്തിൽ നമ്മുടെ പേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കത് ബൗളിലേക്ക് മാറ്റാം. നമ്മളെടുക്കുന്ന ഓരോ പാത്രവും നല്ല ക്ലീൻ ആയിട്ടിരിക്കണം. വെള്ളം ഒട്ടും കാണരുത്. എന്നുണ്ടെങ്കിൽ നമുക്ക് കേക്ക് പൊന്തി വരത്തില്ല. അപ്പം നമുക്ക് പൊടിച്ച പഞ്ചസാര തന്നെ നമുക്കൊരു 4 സ്പൂൺ ചേർത്ത് കൊടുക്കാം. 3-4 സ്പൂണും നിങ്ങളുടെ മധുരത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കേക്ക് നമ്മൾ മുട്ട അടിച്ചിട്ട് നമ്മൾ അതിൽ തന്നെയാണ് നമ്മുടെ പൊടി അരിച്ച് വെച്ചതും കൂടി നമ്മൾ ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അത് നന്നായിട്ട് കുറുകി പോയിട്ടുണ്ട്, ലൂസ് കുറച്ചും കൂടി ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ പാല് വേണമെങ്കിലും അല്പം ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് സെറ്റാക്കി എടുക്കാം. ഞാനിത് പാലൊന്നും ചേർത്തിട്ടില്ല. നമ്മുടെ കൂട്ട് കറക്റ്റ് തന്നെയായിരുന്നു. നല്ല ക്രീമി ആയിട്ട് തന്നെ നമ്മുടെ കേക്കിൻ്റെ കൂട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ രൂപത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്രീമി രൂപത്തിൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നമില്ല. നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ വരും. അപ്പം നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ നമ്മുടെ റിബൺ വീഴുന്ന പോലെ തന്നെ നമ്മുടെ കൂട്ടൊക്കെ വീഴുന്നുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല കറക്റ്റ് പരുവം. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കേക്ക് കറക്റ്റാവും. അപ്പം നമ്മുടെ കൂട്ടൊക്കെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇത് നമുക്കൊന്ന് ടാപ്പ് ചെയ്യാം. അതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഞാൻ അതിനകത്തൊരു സ്റ്റാൻഡ് വെക്കുന്നുണ്ട്. അതിനുശേഷം അതൊന്നും കൂടി നമുക്ക് ഇറക്കി വയ്ക്കാം. കേക്ക് ബേക്ക് ആവട്ടെ. കറക്റ്റ് ഒരു 40 മിനിറ്റ് ആയപ്പോഴത്തേനും അടച്ചു കൊടുത്തതിന് ശേഷം ഒരു 40 മിനിറ്റ് ആയപ്പോഴത്തേനും എൻ്റെ കേക്ക് കറക്റ്റായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ മണ്ടയിലെ നമ്മുടെ ബട്ടർ പേപ്പറും കൂടി ഒന്ന് ഇളക്കി മാറ്റാം. നല്ല സ്പോഞ്ചി കേക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് പുറത്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതൊരു 3 ലെയറായിട്ട് നിങ്ങളിത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ക്രീമൊക്കെ ചെയ്യാം. ഞാനിത് നമ്മൾ തന്നെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് 2 ലെയറായിട്ട് മാത്രമേ ഇത് കട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം നമുക്കതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം. 1 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടാണ് ഞാൻ തയ്യാറാക്കി എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ മണ്ടയിൽ കുറച്ച് ക്രീമും കൂടി തേച്ച് കൊടുക്കാം. നമ്മളിത് പുറത്തൊക്കെ കൊടുക്കുമ്പോൾ കറക്റ്റ് 3 ലെയറായിട്ട് ഇത് ചെയ്യുകയും ചെയ്യാം. കറക്റ്റ് ടേസ്റ്റിൽ നമുക്ക് ഇതെടുക്കുകയും ചെയ്യാം. പക്ഷേ ഇത് നമ്മളിത് വീട്ടിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ 2 ലെയർ ആക്കിയുള്ളൂ. അതിൻ്റെ മണ്ടയിലെ ക്രീമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ വീട്ടിലെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് കേക്കൊക്കെ തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവർക്കും ഒരു സന്തോഷമാവും. നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമുക്ക് എന്ത് തയ്യാറാക്കിയാലും അത് സക്സസ് ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെ മണ്ടയിൽ ക്രീമൊക്കെ തേച്ച്
നമുക്ക് ഒന്ന് സെറ്റാക്കി എടുക്കാം. ക്രീമൊക്കെ തേച്ച് കൊടുക്കാം. നന്നായിട്ട് തന്നെ നമ്മുടെ ക്രീമൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പം വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കാണണം. നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ ഒക്കെ ഒന്ന് കുറേ വീഡിയോസൊക്കെ ചെയ്യാനുള്ള ആ ഒരു മൈൻഡൊക്കെ വരത്തുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം. അത് നിങ്ങൾ ഒരിക്കലും മറക്കല്ല. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം അതിൻ്റെ ക്രീമൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ മണ്ടയിൽ ചെറുതായിട്ടൊന്നൊരു പൂവ് നമുക്ക് വരച്ചു കൊടുക്കാം. ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ കേക്കിനെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ബർത്ത്ഡേ എഴുതണമെങ്കിലും നമുക്കിതിൻ്റെ മണ്ടയിൽ എഴുതാം, പൂ വരയ്ക്കണമെങ്കിലും വരയ്ക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. കുറച്ച് ചെറിയും കൂടി മണ്ടയിൽ വെച്ചിട്ട് അതിനെ കുറച്ചുകൂടെ ഒന്ന് ബ്യൂട്ടിഫുള്ളാക്കാം നമുക്ക്. എന്നിട്ട് ഷുഗർ ബൗൾസൊക്കെ നമുക്ക് സൈഡിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും സിമ്പിളാണല്ലോ, അപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള കേക്കുകളും വെറൈറ്റി വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ബട്ടൺ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളിതിൻ്റെ അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ അയയ്ക്കുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.